നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ക്രമക്കേടിൽ ഒരാൾ കൂടി പിടിയിലായി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ധനഞ്ജയ് ലോഖണ്ഡെ എന്നയാളാണ് പിടിയിലായത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അർജുൻ, എന്താണ് ഇദ്ദേഹത്തിന്റെ പങ്ക്? ഉന്മേഷ്, ധനഞ്ജയ് ലോഖണ്ഡെ എന്ന ആളെ മഹാരാഷ്ട്രയിലെ രഹുരിയിൽ നിന്ന് അഹല്യാനഗർ പോലീസാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നാസിക്കിൽ നിന്ന് പിടിയിലായ ശുഭത്തിന് ഇയാളാണ് ചോദ്യപേപ്പർ അയച്ചു നൽകിയത് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് യഥാർത്ഥ നീറ്റ് ചോദ്യപേപ്പർ ആണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി CBI എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ആളെ, ഈ ധനഞ്ജയെ, പോലീസ് CBIക്ക് കൈമാറും. പിന്നീട് CBI ആണ് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുക. ഇന്ന് രാവിലെ തന്നെ CBI കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ച സമയത്ത് യഥാർത്ഥ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നുള്ള സംശയത്തിലേക്ക്, നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. പിന്നീട് ആ ചോദ്യപേപ്പറാണ് ഡൽഹിയിൽ വെച്ചും അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ വെച്ചും ഈ മാതൃകാ ചോദ്യപേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ള നിഗമനത്തിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ CBI എത്തിയിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉദ്ഭവ കേന്ദ്രമായിട്ട് ഇപ്പോൾ പോലീസും അതുപോലെ CBIയും കരുതുന്നത് ധനഞ്ജയാണ്. ഇയാൾ പൂനെ സ്വദേശിയാണ്. പക്ഷേ ഈ ധനഞ്ജയ്ക്ക് മറ്റെവിടെ നിന്നെങ്കിലും ഈ ചോദ്യപേപ്പർ ലഭിച്ചതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ്. അതെന്തായാലും CBI ഈ ധനഞ്ജയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളെയും, ഈ പേപ്പർ ലഭിച്ച മറ്റ് വിദ്യാർത്ഥികളെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് തുടരുന്നുണ്ട് CBI എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.